ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 1 മൈൽ 1 ടിക്കറ്റിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. സോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ്. കേരളത്തിലെ തന്നെ 2 പ്രശസ്തമായ ക്ഷേത്രങ്ങളാണ് ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്നത്. സോ ഇന്നത്തെ യാത്രയിൽ എൻ്റെ കൂടെ സാന്ദ്രയുണ്ട്, അജയുണ്ട്, പൂജയുണ്ട്. ഞങ്ങളിന്ന് ആദ്യം പോകുന്ന ക്ഷേത്രം ആലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. അതെ, അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കാണാനാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഏകദേശം 35 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഞങ്ങൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, പേ-ആൻഡ് പാർക്കാണ്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് അകത്തേക്ക് പോയി ദർശനം ചെയ്തിട്ട് വരാം. നിങ്ങൾ ഉണ്ണിക്കണ്ണനെ കാണാനായി അടുത്തുള്ള അമ്പലങ്ങളിലോ ഗുരുവായൂരോ അമ്പലപ്പുഴയിലോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളിൽ പോകാറുണ്ടോ? പോകാറുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഉണ്ണിക്കണ്ണനെ കാണാൻ പോകുമ്പോൾ വെറും കൈയോടെ പോകരുത്. എപ്പോഴും ഉണ്ണിക്കണ്ണനെ കാണാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കരുതുക. അത് മേടിക്കാനാണ് പൂജ പോകുന്നത്. പൂജ മാത്രമല്ല, സാന്ദ്രയും അജയും അത് മേടിക്കാൻ തന്നെയാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്നാണ് ഉണ്ണിക്കണ്ണന് പ്രിയപ്പെട്ട ചില സാധനങ്ങൾ മേടിക്കുന്നത്. ഞങ്ങൾ എപ്പോൾ ഉണ്ണിക്കണ്ണനെ കാണാൻ പോയാലും ഞങ്ങൾ കൊടുക്കുന്ന ഒരു ചെറിയ സമ്മാനമാണ് തുളസിമാല. അതുപോലെ തന്നെ നിങ്ങളും ഉണ്ണിക്കണ്ണനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതുക. കദളിപ്പഴമോ വെണ്ണയോ തുളസിമാലയോ എന്തെങ്കിലും. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, നമ്മൾ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ കുഞ്ഞു കുട്ടികൾ നമ്മുടെ കയ്യിലേക്ക് ശ്രദ്ധിക്കാറില്ലേ? അതായത് ഇന്ന് ഇവർ ഞങ്ങൾക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. അതുപോലെ ചിലപ്പോൾ ഉണ്ണിക്കണ്ണും അത് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഉണ്ണിക്കണ്ണനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കയ്യിൽ കരുതണമെന്ന്. ഞങ്ങളങ്ങനെ ഉണ്ണിക്കണ്ണന് വേണ്ടിയിട്ടുള്ള ചെറിയ സമ്മാനങ്ങളൊക്കെ മേടിച്ച് ദർശനത്തിന് പോവാണ്. സമയം ഇപ്പോൾ ഏകദേശം 7 മണിയായി. ഞങ്ങൾ രാവിലെ തന്നെ ദർശനത്തിന് വേണ്ടി വന്നതാണ്. 7:15 ശിവേലി. അപ്പോൾ അതിൻ്റെ ഒരു മേളവും കാര്യങ്ങളൊക്കെ അമ്പലത്തിൻ്റെ അകത്തുനിന്ന് കേൾക്കുന്നുണ്ട്. നമുക്ക് നേരെ പോയി ദർശനം ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ശരിക്കും ഞങ്ങൾ 4 പേരും ആദ്യമായിട്ടാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഫീലിങ്സ് വളരെയധികം ഇമോഷണലി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉണ്ണിക്കണ്ണനെ കണ്ടു, നല്ലൊരു ദർശനം കിട്ടി. കുറച്ചധികം ഇമോഷണലായി, കുറച്ച് വിഷമിച്ചു, കുറച്ച് കരഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് വന്നു. ഞങ്ങൾ കുറച്ച് നേരം അകത്ത് തന്നെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കുറച്ചൊരു അകത്ത് തന്നെ സ്പെൻഡ് ചെയ്ത് പുറത്ത് വന്നപ്പോൾ നല്ല രീതിയിൽ ആൾക്കാർ വന്നു തുടങ്ങി. രാവിലത്തെ ശിവേലി കാണാനായിട്ടുള്ള ഒരു തിരക്കാണ് ഈ കാണുന്നത്. 15-ാം നൂറ്റാണ്ടിൽ ചെമ്പകശ്ശേരി പൂരാടം തിരുനാൾ ദേവനാരായണൻ തമ്പുരാനാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നിർമ്മിച്ചത്. തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ ഭാഗമായി വരുന്ന അമ്പലമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അതേസമയം തിരുവിതാംകൂറിലെ ഏറ്റവും മഹത്തായ 7 ക്ഷേത്രങ്ങളിൽ ഒന്നായാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ പറയപ്പെടുന്നത്. വൈഷ്ണവ പാരമ്പര്യത്തിലെ 108 അഭിമാന ക്ഷേത്രങ്ങളിൽ ഒന്നായാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തെ കാണപ്പെടുന്നത്. 1789 ടിപ്പു സുൽത്താൻ്റെ ആക്രമണ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും 3 വർഷത്തേക്ക് സൂക്ഷിക്കാനായാണ് ശ്രീകൃഷ്ണ വിഗ്രഹം അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ശിവേലി തുടങ്ങിയിരിക്കുകയാണ്. ഉണ്ണിക്കണ്ണൻ്റെ തിടമ്പുമായിട്ട് ഇനി 3 പ്രാവശ്യം ഈ അമ്പലത്തിന് ചുറ്റും വലം വയ്ക്കും. അതിനെയാണ് ശിവേലി എന്ന് പറയുന്നത്. ശരിക്കും ഈ ശിവേലി വരുന്ന കാഴ്ച കാണുമ്പോൾ മനസ്സിൻ്റെ അകത്ത് വല്ലാത്തൊരു ഫീലാണ്. കാരണം മേളത്തിൻ്റെ സൗണ്ടും ഭക്തിയോടെ പ്രാർത്ഥിച്ച് നിൽക്കുന്ന ജനങ്ങളും അതിനൊപ്പം നടന്നു നീങ്ങുന്ന ജനങ്ങളും ഇവരെയൊക്കെ കാണുമ്പോൾ ശരിക്കും മനസ്സിനൊരു വല്ലാത്തൊരു ഇമോഷണൽ ഫീലിംഗാണ് ഉണ്ടാകുന്നത്. എന്തോ ദൈവം നമ്മളെ കാണാനായി പുറത്തിറങ്ങി നമ്മളെല്ലാവരെയും കണ്ട് നമ്മൾ അനുഗ്രഹിച്ച് പോകുന്ന പോലെയുള്ളൊരു ഫീലാണ് കിട്ടുന്നത്. അതേസമയം എനിക്ക് കുറച്ച് വിഷമമുള്ള കാര്യം കൂടിയുണ്ട്. ഇന്ന് എനിക്ക് ഇവിടുന്ന് ഗോപാല കഷായം കൊണ്ടുപോകാൻ പറ്റിയില്ല. അതെ, ഗോപാല കഷായം.
എത്ര പേർക്കറിയാം അമ്പലപ്പുഴ പാൽപ്പായസത്തിന് ഗോപാല കഷായം എന്നൊരു പേര് കൂടി ഉണ്ടെന്ന്? അതെ, അമ്പലപ്പുഴ പാൽപ്പായസത്തിന് ഗോപാല കഷായം എന്നൊരു പേര് കൂടി ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത്. അമ്പലപ്പുഴ പാൽപ്പായസത്തെക്കുറിച്ച് ഒത്തിരിയധികം കേട്ടിട്ടുണ്ടെങ്കിലും എങ്ങനെയാണത് ബുക്ക് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. കുറച്ച് പേര് പറഞ്ഞു അത് ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ കിട്ടുമെന്ന്. പക്ഷേ ഞാൻ വെബ്സൈറ്റിലൊക്കെ നോക്കിയിട്ട് എനിക്ക് ഓൺലൈനിൽ കിട്ടിയില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് ഓൺലൈൻ ബുക്കിംഗ് ഇപ്പോൾ നിലവിൽ ചെയ്യുന്നില്ലെന്ന്. നമുക്ക് പാൽപ്പായസം വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ വന്ന ദിവസം വെള്ളിയാഴ്ചയാണ്. ഇന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച എനിക്ക് പാൽപ്പായസം കിട്ടുമെന്നാണ് ഇവിടുത്തെ ഓഫീസിൽ നിന്ന് പറഞ്ഞത്. പായസം ലഭിക്കാത്തതിലുള്ള വിഷമം എനിക്കും പൂജയ്ക്കും സാന്ദ്രയ്ക്കും അജയ്ക്കും ഉണ്ടായിരുന്നു. അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ പിന്നിലുള്ള ഒരു രസകരമായ കഥ അറിഞ്ഞാലോ? ഒരു ദിവസം അമ്പലപ്പുഴ നാട്ടുരാജാവായിരുന്ന ചെമ്പകശ്ശേരി തമ്പുരാനും മന്ത്രിയും ചതുരംഗം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ബ്രാഹ്മണ വേഷത്തിലെത്തിയ ഒരു യുവാവ് തൻ്റെ കൂടെ ഒരു ചതുരംഗ കളി കളിക്കാമോ എന്ന് രാജാവിനോട് ചോദിച്ചു. ആ ചോദിച്ച ചോദ്യം രാജാവിന് ഒരു വെല്ലുവിളിയായി തോന്നിയത് കൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹം ആ ബ്രാഹ്മണനുമായി ചതുരംഗ കളി കളിക്കാൻ തയ്യാറായി. കളി തുടങ്ങുന്നതിന് മുമ്പ് ചെമ്പകശ്ശേരി തമ്പുരാൻ ബ്രാഹ്മണനോട് ചോദിച്ചു, വിജയിച്ചാൽ താങ്കൾക്ക് എന്താണ് വേണ്ടതെന്ന്. ബ്രാഹ്മണൻ പറഞ്ഞു, ചതുരംഗ പലകയുടെ 64 കളങ്ങളിൽ ആദ്യത്തെ കളത്തിൽ 1 നെല്ലും രണ്ടാമത്തെ കളത്തിൽ അതിൻ്റെ ഇരട്ടി നെല്ലും തരണമെന്ന് ബ്രാഹ്മണൻ പറഞ്ഞു. ബ്രാഹ്മണൻ്റെ ഈ ചെറിയ ആവശ്യം കേട്ട് തമ്പുരാൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. ഒന്നാമത്തെ കളത്തിൽ 1 നെല്ലെങ്കിൽ രണ്ടാമത്തെ കളത്തിൽ 2 നെല്ല്, മൂന്നാമത്തെ കളത്തിൽ 4 നെല്ല്, നാലാമത്തെ കളത്തിൽ 8 നെല്ല്. രാജാവ് എങ്ങനെ കൂട്ടിയിട്ടും അധികമൊന്നും ആകുന്നില്ല. അതുകൊണ്ട് തന്നെ രാജാവ് ഒന്നുകൂടി ചോദിച്ചു, ഇത്രയും ചെറിയൊരു ആവശ്യമല്ലാതെ മറ്റൊരാവശ്യം ചോദിക്കൂ. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, ഇല്ല തമ്പുരാനെ, എനിക്കിത് മതി. ശരിയെന്നും പറഞ്ഞുകൊണ്ട് ചതുരംഗക്കളി അവിടെ ആരംഭിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തമ്പുരാന് മനസ്സിലായി ചതുരംഗക്കളിയിൽ അദ്ദേഹം തോറ്റുപോവുകയാണെന്ന്. തോൽവി സമ്മതിച്ച് അദ്ദേഹം ബ്രാഹ്മണനോട് ചോദിച്ചു, ഞാൻ എൻ്റെ തോൽവി സമ്മതിക്കുന്നു. താങ്കൾ ആവശ്യപ്പെട്ട പോലെ താങ്കളുടെ നെല്ലുകൾ താങ്കൾക്ക് ലഭിക്കും. രാജാവ് മന്ത്രിയോട് പറഞ്ഞു, ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള നെല്ലുകൾ കൊടുക്കുക. തനിക്ക് ചതുരംഗക്കളത്തിൽ എവിടെയാണ് പിഴച്ചതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മന്ത്രി പെട്ടെന്ന് രാജാവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. മന്ത്രി രാജാവിനോട് പറഞ്ഞു, തമ്പുരാനെ, ബ്രാഹ്മണന് കൊടുക്കാനുള്ള അത്രയും നെല്ല് നമ്മുടെ പത്തായത്തിലില്ല. നെല്ല് അയൽരാജ്യത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരുമെന്ന്. അപ്പോഴാണ് തമ്പുരാന് ശരിക്കും എവിടെയാണ് കണക്ക് തെറ്റിയതെന്ന് മനസ്സിലായത്. തമ്പുരാൻ ബ്രാഹ്മണനോട് ചോദിച്ചു, താങ്കൾക്ക് തരേണ്ട നെല്ല് ഞാൻ ഘട്ടം ഘട്ടമായി തന്നാൽ മതിയോ എന്നായിരുന്നു രാജാവിൻ്റെ ചോദ്യം. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, വേണ്ട തമ്പുരാനെ, എനിക്ക് തരേണ്ട നെല്ല് അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കാൻ നൽകിയാൽ മതിയെന്ന്. ഇങ്ങനെയും ഒരു രസകരമായ കഥ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ പിന്നിലുണ്ടെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൻ്റെ ഇടതുഭാഗത്ത് ആർക്കും പ്രവേശനമില്ലാത്ത മണിക്കിണറിലെ വെള്ളം ഉപയോഗിച്ചാണ് അമ്പലപ്പുഴ പാൽപ്പായസം നിർമ്മിക്കുന്നത്. രാവിലെ 4 മണി തുടങ്ങി ഉച്ചയ്ക്ക് 11:30 മണി വരെയാണ് അമ്പലപ്പുഴ പാൽപ്പായസം നിർമ്മിക്കുന്ന സമയം. മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്ന ഒരു മഹാക്ഷേത്രം. ഈ പുണ്യസ്ഥാനത്ത് വന്നിരിക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ, കരുണ ചെയ്വാനെന്തു താമസം കൃഷ്ണ, കഴലീണ കൈ തൊഴുന്നേ കൃഷ്ണ. അമ്പലപ്പുഴ ക്ഷേത്രം ഫ്രണ്ട്സ്, എനിക്ക് മലയാളം ഒത്തിരി അറിയത്തില്ല, പക്ഷേ ഇതരാക്കെ बहुत सुकून और शांति मिला है. എങ്ങനെയുണ്ട് സാന്ദ്ര അമ്പലപ്പുഴ ക്ഷേത്രം വന്നിട്ട്? It's a very peaceful place, to visit. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുളമെല്ലാം കണ്ടിട്ട് നല്ല ഉണ്ടായിരുന്നു. പിന്നെ ദർശനമൊക്കെ നല്ലതായിട്ട് കിട്ടി. സോ
I felt very blessed, and it's a very peaceful place to come. What about Ajay? Same. Same. Have to visit once. Okay. Thank you. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഞങ്ങളിനി ചക്കുളത്തകാവ് ദേവീക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ദേവീക്ഷേത്രമാണ് ചക്കുളത്തകാവ് ദേവീക്ഷേത്രം. അങ്ങനെ ചക്കുളത്തകാവ് ദേവീക്ഷേത്രത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾ ദർശനം ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. അങ്ങനെ ഞങ്ങൾ ദർശനം എല്ലാം ചെയ്തു. അമ്മയോട് വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം സംസാരിച്ചു. മനസ്സിന് സമാധാനം തരുന്ന ഒരു പ്രതീതിയാണ് ഈ അമ്പലത്തിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ അറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ പറയുന്നത് കേൾക്കാൻ ആളില്ലെന്നുള്ളത്. അതെ, ഒട്ടുമിക്ക ജീവിതത്തിലും ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് നമ്മൾ പറയുന്നത് കേൾക്കാൻ ആരുമില്ല എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഈ അമ്പലത്തിൽ വന്ന് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ അമ്മയോട് പറയുമ്പോൾ അമ്മ എനിക്ക് അതിനനുസരിച്ചുള്ള മറുപടി തരാറുണ്ട്. ചിലപ്പോൾ അത് എനിക്ക് മാത്രമായിട്ട് തോന്നുന്നൊരു ഫീലായിരിക്കാം, പക്ഷേ അതിനുള്ള ഉത്തരം എനിക്ക് എപ്പോഴും ഇവിടുന്ന് കിട്ടാറുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ചക്കുളത്തകാവ് ദേവീക്ഷേത്രം. ഭഗവതി ഇവിടെ സ്നേഹവും കരുണയും നിറഞ്ഞ മാതാവായാണ് പ്രത്യക്ഷപ്പെടുന്നത്. ചക്കുളത്തകാവ് ദേവീക്ഷേത്രം പ്രസിദ്ധമാകുന്നതിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ചടങ്ങാണ് നാരീപൂജ. സ്ത്രീത്വത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഈ ചടങ്ങ് ധനുമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് നടക്കുന്നത്. പ്രസിദ്ധമേറിയ നാരീപൂജയുടെ പിന്നിലുമുണ്ട് ഒരു പ്രസിദ്ധമായ കഥ. എവിടെയൊക്കെ സ്ത്രീകളെ ആരാധിക്കുന്നുവോ അവിടെയൊക്കെ ദേവതമാർ സന്തുഷ്ടരാകും എന്നാണ് പഴമക്കാർ പറയാറുള്ളത്. എല്ലാ വർഷവും ദേവീ സന്നിധിയിൽ നടന്നു വരുന്ന നാരീപൂജയിൽ സ്ത്രീകളുടെ കാല് കഴുകിയാണ് പൂജിക്കുന്നത്. ജാതിഭേദമന്യേ എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കാറുണ്ട്. പ്രസിദ്ധമായ നാരീപൂജയുടെ പിന്നിലുമുണ്ട് ഒരു കഥ. ഒരു കാലത്ത് ചക്കുളത്തകാവ് ദേവീക്ഷേത്രത്തിൽ നടന്ന ഒരു പൂജയുടെ അനുബന്ധമായി നടന്ന ഒരു സംഭവമാണിത്. അന്ന് അമ്പലത്തിനുള്ളിൽ നടന്ന ഒരു ശ്രേഷ്ഠമായ പൂജയിൽ താന്ത്രികരും പൂജാരികളും ഒത്തിരി ഉണ്ടായിരുന്നൊരു ദിവസം. അമ്പല മതിലുകൾക്കുള്ളിൽ ഒത്തിരി അനേകം ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞ ദിവസം. അന്ന് പൂജ നടത്തിക്കൊണ്ടിരുന്ന താന്ത്രികരും പൂജാരികളും ഭാരവാഹികളും മതിൽക്കെട്ടിന് ഉള്ളിൽ നിൽക്കുന്ന സ്ത്രീകളോട് മതിൽക്കെട്ടിന് പുറത്ത് നിൽക്കാനായി ആവശ്യപ്പെട്ടു. ഇത് കേട്ട സ്ത്രീ ഭക്തജനങ്ങൾ മനസ്സില്ലാ മനസ്സോടുകൂടി അവർ മതിൽക്കെട്ടിന് പുറത്തേക്ക് പോയി. പക്ഷേ ഒരു വൃദ്ധയായ സ്ത്രീ മാത്രം മതിൽക്കെട്ടിനുള്ളിൽ നിന്നു. സ്ത്രീകളെല്ലാം മതിൽക്കെട്ടിന് പുറത്തു പോയോ എന്ന് നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഭാരവാഹികൾ പെട്ടെന്നാണ് ഈ വൃദ്ധയായ അമ്മയെ കണ്ടത്. ഭാരവാഹികൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്കെന്താണ് പ്രത്യേകത? നിങ്ങളും സ്ത്രീയല്ലേ, മതിൽക്കെട്ടിന് പുറത്തേക്ക് പോകണമെന്ന്. വൃദ്ധയായ അമ്മ അവരോട് ചോദിച്ചു, നല്ലൊരു കാര്യം നടക്കുമ്പോൾ സ്ത്രീയുടെ സാന്നിധ്യമില്ലാതെ അതെങ്ങനെ പൂർണ്ണമാകും? കാണാനുള്ള സന്തോഷം കൊണ്ട് ഞാൻ നിന്നതാണ്. ഞാനൊരു വൃദ്ധയായ സ്ത്രീയല്ലേ, ഞാനിവിടെ നിന്നിത് കണ്ടോളാം. പക്ഷേ അതിന് സമ്മതിക്കാതിരുന്ന ഭാരവാഹികൾ അവരോട് പറഞ്ഞു, പറ്റില്ല, നിങ്ങളും പുറത്തു പോകണം, നിങ്ങൾക്കും ഒരു പ്രത്യേകതയില്ല. മനസ്സില്ലാ മനസ്സോടെ ആ വൃദ്ധയായ അമ്മയും പുറത്തേക്ക് നടന്നപ്പോൾ പെട്ടെന്ന് കാലാവസ്ഥ മാറുകയും ഇരുണ്ട മേഘങ്ങൾ കൊണ്ട് ആകാശം മൂടുകയും ചെയ്തു. ചെയ്തുകൊണ്ടിരുന്ന പൂജകൾ എല്ലാം തന്നെ നിർത്തേണ്ടി വന്നു. അമ്പലത്തിൻ്റെ ഉള്ളിലെ വിളക്കുകൾ എല്ലാം തന്നെ കെട്ടണഞ്ഞു. എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്നറിഞ്ഞ ശ്രേഷ്ഠരും പൂജാരികളും ദൈവപ്രശ്നത്തിൽ ഭഗവതിയോട് ചോദിച്ചു, എന്താണ് ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്? ദൈവപ്രശ്നത്തിൽ തെളിഞ്ഞത് സ്ത്രീകളെ മതിലിന് പുറത്താക്കിയതായിരുന്നു ഇത്രയും അനർത്ഥങ്ങൾക്ക് കാരണമെന്ന്. അതുമാത്രമല്ല, അവസാനമായി ഇറങ്ങിപ്പോയ വൃദ്ധയായ അമ്മ സാക്ഷാൽ ചക്കുളത്തകാവ് ദേവിയായിരുന്നു എന്നും.
ചെയ്ത തെറ്റ് മനസ്സിലാക്കിയ പൂജാരികളും താന്ത്രികരും ഭാരവാഹികളും അമ്മയോട് കേണപേക്ഷിച്ച് ചോദിച്ചു, എന്താണ് ഇതിന് പ്രതിവിധിയെന്ന്. ദേവി തന്നെ അരുൾ ചെയ്തു, പുറത്തു നിൽക്കുന്ന സ്ത്രീജനങ്ങളുടെ പാദപൂജ ചെയ്ത് അവരെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിലൊരാളായി ഞാനും ഉള്ളിലേക്ക് വരുമെന്ന്. ദേവി അരുൾ ചെയ്ത പ്രകാരം എല്ലാ സ്ത്രീകളുടെയും പാദപൂജ ചെയ്ത് ഉള്ളിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ശ്രീകോവിലിൽ ദീപങ്ങൾ തനിയെ തെളിയുകയും ഐശ്വര്യം നിറഞ്ഞൊരു പ്രകാശം വരികയും ചെയ്തു എന്നതാണ് വിശ്വാസം. ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന പൂജാ ചടങ്ങുകളിൽ ഒന്നാണ് പൊങ്കാല. ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം 2024 ഡിസംബർ 13 വെള്ളിയാഴ്ചയാണ് നടക്കുന്നത്. അന്നിവിടം ഭക്തിസാന്ദ്രമായ ജനത്തിരക്കായിരിക്കും. ആയിരക്കണക്കിന് സ്ത്രീകൾ ഈ മഹോത്സവത്തിൽ പങ്കെടുക്കും. പൊങ്കാല പൊങ്ങി നിറയുന്ന മൺപാത്രം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടയാളമായി വിശ്വസിക്കുന്നു.